നമസ്കാരം. നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു ആധുനിക ലോകത്താണ്. ഈ മോഡേൺ വേൾഡിൽ സൈബർ ഇടങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. മറ്റേതൊരു സ്ഥലം പോലെയും കൂട്ടം ചേരാനും സൗഹൃദം പങ്കുവയ്ക്കാനും മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനും ഓൺലൈൻ ഗെയിമൊക്കെ കളിക്കാനും അറിവ് നേടാനും ഒടുവിൽ ക്ലാസ് മുറികൾക്ക് പര്യായമായി പോലും നാം സൈബർ ഇടങ്ങളെ നിർവചിക്കാൻ തുടങ്ങി. സാധാരണ ലോകത്തിന് സമാന്തരമായി ഒരു വെർച്വൽ ലോകവും നമ്മൾ കെട്ടിപ്പടുത്തു. ഈ ഒരു ഭൗതിക ലോകത്തെ പൗരന്മാരെന്ന പോലെ മനുഷ്യൻ വളരെ പെട്ടെന്ന് ഡിജിറ്റൽ ലോകത്തെയും പൗരന്മാരായി. ഇന്റർനെറ്റ് ലഭ്യതയും സാങ്കേതിക വിദ്യയും വികസിച്ചതോടെ സൈബർ ഇടങ്ങൾ കൂടുതൽ ജനകീയമാവുകയും ചെയ്തു. ഇതേ തുടർന്ന് ലോകത്തുണ്ടായ സകല കുറ്റകൃത്യങ്ങൾക്കും ഒരു സൈബർ വേർഷനും ഉണ്ടായി. മോഷണം, തട്ടിപ്പ്, വഞ്ചന, ആത്മഹത്യാ പ്രേരണ, ലൈംഗിക കുറ്റകൃത്യങ്ങൾ, ലഹരിമരുന്ന് വിൽപ്പന, സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമെതിരായ കുറ്റങ്ങൾ എന്ന് വേണ്ട എല്ലാത്തിനും മുന്നിൽ ഓൺലൈൻ ചേർത്ത് വരുന്ന നൂതന കുറ്റകൃത്യങ്ങളുടെ പട്ടികയും ഈ സൈബർ ഇടങ്ങളുടെ ഒരു ഉപോൽപ്പന്നമായി. സൈബർ വലക്കണ്ണികളിൽ കുരുങ്ങുന്നതിലേറെയും കുഞ്ഞുങ്ങളാണെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കുട്ടികളെ ഉത്തരവാദിത്വ ബോധമുള്ള നെറ്റിസൺസ് ആക്കുന്നത് ലക്ഷ്യമിട്ട് ഒരു പുസ്തക പരമ്പര തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് തിരുവനന്തപുരം DIG സഞ്ജയ് കുമാർ ഗുരുദിൻ IPS. സൈബർ വലയിൽ കുരുങ്ങി ജീവിതം പാഴാകാതിരിക്കാനുള്ള ചില നിർദ്ദേശങ്ങളാണ് അദ്ദേഹം നൽകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും മനസ്സിലാക്കണം ദാറ്റ് ഓൾറെഡി നമ്മുടെ ഒരു ഡിജിറ്റൽ ലോകത്ത് ഓൾറെഡി താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ചില ആൾ വിചാരിക്കുന്നത് നമ്മുടെ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒരു വേറെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു പരിപാടിയാണ്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇൻ്റർനെറ്റിൽ പോയതിന് ശേഷമാണ് നമ്മുടെ ഓൺലൈൻ വേൾഡിലേക്ക് കയറാറുണ്ട്. പക്ഷേ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ് ദാറ്റ് നമ്മുടെ ഓൾറെഡി ഓൺലൈൻ ഡിജിറ്റൽ വേൾഡിനകത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ രാവിലെ വെൻ യു ഗെറ്റ് അപ്പ് ആ സമയം മുതൽ ദ വേ യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾ, ദ വേ യു gather information, the way you study, the way you travel, the way you do shopping, the way you do banking, the way you date, the way you play the games, all activities generally it has connected with the digital world. The first thing we should understand that we have already started living in the digital world. Second point is we should also understand that like in a real physical world there are lot of dangers, lot of risk. In real physical world nathu risk and dangers ninne rakshikkan vendi അല്ലെങ്കിൽ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. We take lot of precautionary measures because we know that there are lot of dangers and lot of risk. In last 10-15 years what has happened is this entire dangers or risk has migrated and shifted their platform to online world. So when you are using the digital platform, you should understand that there are lot of dangers, lot of risk, lot of crimes which exist, and there are criminals who are ready and who are waiting to target you. അതൊരു ഫൈനാൻഷ്യൽ ക്രൈം ആയാലും എക്സ്പ്ലോയിറ്റേഷൻ ആയാലും സൈബർ ബുള്ളിങ് ആയാലും privacy related issues ആയാലും lot of online crimes. Not only that, it has like across the border. നമ്മൾ വിചാരിക്കുന്നതൊക്കെ കേരളത്തിൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഏരിയാസിൽ അങ്ങനെയുള്ള ക്രൈം ഉണ്ട്. പക്ഷേ when you open the door of internet, you are actually exposed to all kind of dangers, all kind of risks, all kind of criminals which exist across the world. So ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. Then third thing comes, ഞാൻ ഈ പോലീസ് ഓഫീസർ ആസ് ഡൂയിങ് എ ഡ്യൂട്ടി ഫോർ ലാസ്റ്റ് 16 years ഞാൻ മനസ്സിലാക്കുന്നത് മോസ്റ്റ് ഓഫ് ദ ക്രൈം എ പേഴ്സൺ ബിക്കംസ് എ വിക്ടിം ജസ്റ്റ് ബിക്കോസ് ദർ ഇസ് എ ലാക്ക് ഓഫ് അവെയർനെസ്. ഈ അവെയർനെസ് ഇല്ലാത്ത കാരണമാണ് നമ്മുടെ അപകടത്തിലാണ് പെടുന്നത്. സോ ഫസ്റ്റ് തിങ് വാട്ട് വി ഷുഡ് ഡു ഈസ് വി ഷുഡ് കീപ് അവർ സെൽഫ് അവെയർ. വി ഷുഡ് understand what are the online risk. We should understand what are the precautionary measures to be taken to keep yourself safe. Then it becomes much easier to protect yourself. Another point which I would like to say, generally there is a tendency
ടെൻഡൻസി ഇൻ ദ സെൻസ് പാരൻസ് ഉണ്ടെങ്കിൽ പാരൻസിൽ ഒരു ടിപ്പിക്കൽ സിൻഡ്രോം ഉണ്ട്, ദാറ്റ് നോട്ട് മൈ കിഡ് സിൻഡ്രോം. ദാറ്റ് മീൻസ് അങ്ങനെയുള്ള അപകടം എനിക്ക് സംഭവിക്കത്തില്ല, ആൻഡ് ഇറ്റ് വിൽ നെവർ ഹാപ്പൻ ടു മീ. സിമിലർലി ഇൻഡിവിജ്വൽ, ഞാൻ വിചാരിക്കും ഓക്കെ ഞാൻ വളരെ സ്മാർട്ടാണ്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇൻ്റർനെറ്റിനെ പറ്റി ടെക്നോളജിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാം, എനിക്ക് അങ്ങനെ അപകടം സംഭവിക്കത്തില്ല. സോ ആ ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമുക്ക് മാറണം. ആൻഡ് വി ഹാവ് ടു ensure that you also can be victimized, you also can become a target of those criminals. ഈ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ then automatically ആയിട്ട് we will be ready to learn what are the precautionary measures. And every technology comes with the safety measures, safety precautionary measures, and I think if you are aware, if you have a mindset to keep yourself aware and you take all the precautionary measures, I think you can keep yourself safe from all kind of an online dangers and risk. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ കേരള പോലീസ് സമഗ്രമായ പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്തൊക്കെ പദ്ധതികളാണ് ഈ മേഖലയിൽ കേരള പോലീസ് നടപ്പാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. Police actually concentrating on 2 aspects. One is punitive aspect, second is preventive aspect. Punitive aspect is like oru davanam oru crime undai or already oru victim undai, so we ensure that the police reaches to the criminals. For that purpose nammada ella jillala we have cyber police stations, we have a trained professionals who can investigate the case properly. That is one thing. Second thing is preventive measures. Preventive measures nathana ee awareness generations. We are following taking lot of efforts in which we are creating awareness among the students, children, parents, teachers. Like nammada Kerala police ella jillala through cyber cell we keep on reaching out to all the schools and taking online sessions. We are teaching them what are the risks, what are the precautionary measures. I myself have taken like more than 200 schools la poite nammada sessions edutittunde. Adu matramalla cyber dome vali we are creating lot of educational videos. We have formed some cyber clubs in all the schools which imparts awareness. These are the few things which we keep on doing. Apart from that, we also teach teachers, like with the help of the SCRT, we are training certain teachers how to teach the students about the online safety. സൈബർ ഇടങ്ങളിലെ അടിമത്തം മൂലം വെല്ലുവിളി നേരിടുന്ന നിരവധി കുഞ്ഞുങ്ങളാണ് നമുക്കിടയിലുള്ളത്. മാതാപിതാക്കളും ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. രക്ഷിതാക്കൾ ഏത് രീതിയിൽ ജാഗ്രത പാലിക്കണമെന്ന് നമുക്ക് കേട്ടു നോക്കാം. പാരൻസ്ക്ക് വേണ്ടി എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഞാനൊരു കോയിൻ ടേം ചെയ്തിട്ടുണ്ട്. ഇറ്റ് സേസ് armor your child. Armor, ARMOUR. Armor means it is like a certain protective gear, or it's like a shield. We prepare our children to face this online world. ഈ ആർമറിനകത്ത് എല്ലാ വേർഡ്സിൻ്റെ ഒരു മീനിങ് ഉണ്ട്. A stands for awareness. ഈ പാരൻസ് when they grow up, ഇത് എല്ലാ അഡൽട്സിൻ്റെ ഒരു ടെൻഡൻസിയാണ്. once you grow up you stop learning about technology. So ഇന്നത്തെ സാഹചര്യത്തിൽ when your children are going online and they are using technology day in day out, ആ സമയത്ത് എല്ലാ പാരൻസ് അറ്റ്ലീസ്റ്റ് അവരെ അവെയർ ആവണം ഇപ്പോഴത്തെ കാലത്തുള്ള വാട്ട് ആർ ദ ടെക്നോളജീസ് ബീങ് യൂസ്ഡ്, like what all children are using, what are the networking sites, what are the social media, what are the games. അത് എല്ലാ പാരൻസ് അവരെ സ്വന്തം അവെയർ ആവണം. സെക്കൻഡ് തിങ് ഈസ് R stands for risk and precautionary measures. ഈ പറഞ്ഞ കാര്യങ്ങൾ what all children do in this present scenario or present days, അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനകത്ത് what are the risk and what are the precautionary measures, those things also every parent should learn. Now you will ask me what are those risks and what are those precautionary measures. ഇത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോയാൽ it will be like it's very vast, but it is easily available. You can go to internet, you can go to Google, and you can easily search
what are the risks associated with cyberbullying, what are the risks associated with internet, ella namakku kittum. So first thing is aware about yourself about the technology. Second is aware yourself about the risk and dangers. Moonamatanu M, ARM. M is monitoring. Chala age vare, like 12-13 age vare, the parents should be actually monitoring the activity of their children. It's not that you just hand over the smartphone and the laptop to the children without any supervision. Chala filter mechanisms under, like your Wi-Fi, internet, you can adopt some parental controls. Ella software, ella system namakku parental control use cheyan pettum. So, and along with the children, parents should also sit and they should watch and they should get involved into their activities. ഇതാണ് മോണിറ്ററിംഗ് മെക്കാനിസം. ഈ മോണിറ്ററിംഗിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരു certain ഏജ് വരെ മാത്രമാണ് യൂസ്ഫുൾ. ഒരു ചില ആഫ്റ്റർ certain ഏജ് ദ ചിൽഡ്രൻ ബിക്കംസ് വെരി എക്സ്പേർട്ട്. They can easily bypass your filtering mechanism, they can bypass your monitoring mechanism, but certain age vare monitoring is very important. Then comes warning signs and symptoms. Warning signs and symptoms is നമ്മുടെ കുട്ടികൾക്ക് ഓൾറെഡി അവയർനെസ് കൊടുത്താൽ അവർക്ക് റിസ്ക് എന്താണ് അത് മനസ്സിലാക്കി കൊടുത്തു, പ്രിക്കോഷണറി മെഷേഴ്സ് മനസ്സിലാക്കി കൊടുത്തു, മോണിറ്ററിങ് ചെയ്തു, അതിനുശേഷം ഓൾസോ നമ്മുടെ കുട്ടികൾ മിക്കവാറും അപകടത്തിൽ പെടും. സോ അങ്ങനെ നമ്മുടെ കുട്ടി അപകടത്തിൽ പെട്ടിട്ടുണ്ട്, വിക്ടിമൈസ് ആയിട്ടുണ്ട്, അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കും? we should know what are the warning signs and symptoms by which you can identify that your child is facing some problem. അത് ചൈൽഡിൻ്റെ ബിഹേവിയർ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട്, ഏത് അപകടത്തിൽ എന്തൊക്കെ വാർണിംഗ് സൈൻസ്, എന്തൊക്കെ സിംറ്റംസ് കാണിക്കും, അത് എല്ലാ പാരൻസിലും അറിയണം. അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് there is a term called U is basically unconditional support. You should understand that ഇപ്പോഴത്തെ ഒരു പാരൻസിൻ്റെ മെൻറ്റാലിറ്റിയാണ്, യുവർ ചൈൽഡ് ഹാസ് കമ്മിറ്റഡ് സം മിസ്റ്റേക്ക് ഓർ എന്തെങ്കിലും അപകടം പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ മൊബൈൽ വി സ്നാച്ച് അവേ ദ മൊബൈൽ, വി കട്ട് അവേ ദ ഇൻ്റർനെറ്റ് കണക്ഷൻ. പക്ഷേ അത് സൊല്യൂഷൻ അല്ല. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ആ കാരണമായിട്ട് കുട്ടികൾ പറയാറില്ല. So we should tell them, when we are handing over, we make them aware risk, we make them aware everything, and we should give them unconditional support that എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ചാൽ please come back to me and we will sort out those problems. അത്രയ്ക്കൊരു കോൺഫിഡൻസ് വേണം. And last is remedial measures. Remedial measure is basically നമ്മുടെ കുട്ടി അപകടത്തിൽ പെട്ടിയതിന് ശേഷം നമുക്ക് വാർണിംഗ് സൈൻ എന്ന് മനസ്സിലായി ദാറ്റ് മൈ ചൈൽഡ് ഈസ് ഇൻ ട്രബിൾ. ദെൻ എന്തൊക്കെ റെമീഡിയൽ മെഷേഴ്സാണ്? പോലീസ് സ്റ്റേഷനിൽ പോകണം, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കണം, കൗൺസിലിംഗ് കൊടുക്കണം. സോ വി ഷുഡ് ബി അവെയർ വാട്ട് ആർ ദ വേരിയസ് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ടു ഫൈൻഡ് റെമഡി, സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്യാനുള്ള എന്തൊക്കെ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് പാരൻസിൻ്റെ കയ്യിൽ, അത് അവെയറാണ്. ഇതാണ് ആർമർ, ARMOUR. It's like awareness, R is risk and precautionary measures, M is for monitoring, O is for observe warning signs and symptoms, U is for unconditional support and love, and R is remedial measures. ഈ എത്ര കാര്യങ്ങൾ നമ്മുടെ ചെയ്താൽ I think the parents can keep their children safe, they can keep them protected, they can, what I can say, the armor your child when they are using a internet. സൈബർ ഇടങ്ങളിൽ കുട്ടികൾ പലതരത്തിൽ ചൂഷണം ചെയ്യപ്പെടാറുണ്ട്. സൈബർ ഇടങ്ങളിലെ ചൂഷണങ്ങൾ എങ്ങനെയൊക്കെ ആകാം എന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം. Like there is no difference between the cyber crime during COVID time or non-COVID time. നമ്മൾ എപ്പോഴും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് റിസ്ക് അതിൻ്റെ കൂടെ തന്നെ വരും. പക്ഷെ കോവിഡ് കാലത്ത് സംഭവിച്ച ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവരും ഓൺലൈനിലേക്ക് ആയി. ലൈക്ക് എവറി ചിൽഡ്രൻ സ്കൂൾ മുതൽ തന്നെ ഓൺലൈൻ ലാപ്ടോപ്പ് ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഒബ്വിയസ്ലി മുമ്പ് 10 പേര് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോൾ 1000 കണക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ വെൻ യൂസേഴ്സ് ഇൻക്രീസസ്, obviously the scope or the crime will also increase. പക്ഷേ the risk or the crimes remains the same. Now I'll just tell regarding some very common form of online risk which is commonly
എവറി ഡേ ഇൻ ഡേ ഔട്ട് ടീനേജേഴ്സ് അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഫേസ് ചെയ്യാറുണ്ട്. സൈബർ ക്രൈം പറഞ്ഞാൽ ഒരുപാട് വാസ്റ്റ് ആണ്. പക്ഷേ നമുക്കൊരു സൈബർ ക്രൈം ഒരു 4 കാറ്റഗറിനെ ബേസ് വി ക്യാൻ ഡിവൈഡ് ഇൻ ടു 4 കാറ്റഗറീസ്. 3 C and 1 is P. First C is basically content related risk. That means നമ്മുടെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കണ്ടൻറ്റ്സ് ഉണ്ട്. ആ കണ്ടൻറ്റിൽ നിന്ന് ഉണ്ടാവുന്നത് റിസ്ക്. ലൈക്ക് വെദർ യുവർ ചൈൽഡ് ഈസ് വാച്ചിങ് ഇൻഅപ്രോപ്രിയേറ്റ് കണ്ടൻറ്റ്, ഒരുപാട് പ്ലെജറിസംസ് ഉണ്ടാവും, ഒരുപാട് ഫേക്ക് ന്യൂസ് ഉണ്ടാവും, ഒരുപാട് റാഡിക്കൽ ചെയ്യാനുള്ള കണ്ടൻറ്റ്സ് ഉണ്ടാവും. ചില വെബ്സൈറ്റിൽ അവിടെ പോയാൽ മിക്കവാറും മാൽവെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും. മേ ബി ചില കുട്ടികൾ അങ്ങനെ ഒരു ഒബ്സ്ട്രക്റ്റഡ് അല്ലെങ്കിൽ റിസ്ട്രിക്റ്റഡ് വെബ്സൈറ്റിൽ പോയാൽ ദേ മൈറ്റ് ഗെറ്റ് ഇൻവോൾവ് ഇൻ ടു സം ക്രൈം. സോ അതൊരു കണ്ടൻറ് റിലേറ്റഡ് ക്രൈംസ് ആണ്. So your parents should be very vigilant. They should know that we have to monitor what content your child is seeing. Second is contact related risk. Contact relation, when we are using internet, we are coming in touch with so many people. Like social media use ചെയ്യുമ്പോൾ 1000 കണക്കായിട്ട് ആൾ നമുക്ക് ബന്ധപ്പെടാം. ഫ്രണ്ട്സ് റിക്വസ്റ്റ് വഴി അല്ലെങ്കിൽ ലോട്ട് ഓഫ് പീപ്പിൾ യു കം ഇൻ കോൺടാക്ട്. അങ്ങനെയുള്ള കോൺടാക്ട് വന്നാൽ ഒരുപാട് റിസ്ക് ഉണ്ട്. അതിന് കാരണമായിട്ട് സൈബർ ബുള്ളിങ് ഉണ്ടാവും, സൈബർ ട്രോളിങ് ഉണ്ടാവും, ബ്ലാക്ക് മെയിലിംഗ്, എക്സ്പ്ലോയിറ്റേഷൻ, എക്സ്ചേഞ്ച് ഓഫ് ഫോട്ടോസ്, മോർഫിംഗ് ഓഫ് ഫോട്ടോസ്, ബ്ലാക്ക് മെയിലിംഗ്, അങ്ങനെയുള്ള റിസ്ക്സ് വരും. മൂന്നാമത് പറഞ്ഞാൽ കൺസ്യൂമർ റിലേറ്റഡ് റിസ്ക് ആണ്. കൺസ്യൂമർ റിലേറ്റഡ് മീൻസ് വെയർ യു സഫർ എ ഫൈനാൻഷ്യൽ ലോസ്. ലൈക്ക് ചീറ്റിംഗ് ഉണ്ട്, ഫ്രോഡ് ഉണ്ട്, ഓൺലൈൻ ഷോപ്പിംഗ്, ഓൺലൈൻ റിസ്ക്, അങ്ങനെ ഇഷ്ടംപോലെ when you become a victim you suffer a financial loss. And fourth is basically a privacy related offense. Privacy related means നമ്മുടെ ഇൻ്റർനെറ്റിൽ ഒരുപാട് ഇഷ്ടംപോൾ ഇൻഫോർമേഷൻ നമ്മുടെ ഇൻ്റർനെറ്റിൽ കൊടുക്കാറുണ്ട്. റൈറ്റ് ഫ്രം യുവർ നെയിം, ഫോട്ടോ, അഡ്രസ്, ലൊക്കേഷൻ, വാട്ട് യു ഡു, വാട്ട് ഈസ് യുവർ ചോയ്സ്, എന്തൊക്കെ വെബ്സൈറ്റ് പോകുന്നത്, വിച്ച് ഏരിയാസ് യു ആർ ട്രാവലിംഗ്, വാട്ട് ആർ യു റീഡിങ്. സോ യു by default you are submitting or you are giving lot of information. ആ ഇൻഫോർമേഷൻ ഏത് രീതിയിൽ യൂസ് ആവും നമുക്ക് അറിയത്തില്ല. മിക്കവാറും മാർക്കറ്റിംഗ് വേണ്ടി യൂസ് ചെയ്യും, മിക്കവാറും അതൊരു ഡേറ്റ തെഫ്റ്റ് ആവാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അഗേൻസ്റ്റ് യു. സോ ഓൾ ദിസ് റിസ്ക് എല്ലാ പാരൻസും കുട്ടികൾ the moment you start using such kind of internet or gadget you should be aware of this risk. ഈ പറഞ്ഞ കാര്യം ഈ റിസ്കിനകത്ത് അത് രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ പ്രിക്കോഷണറി മെഷേഴ്സ് നമുക്ക് എടുക്കണം അതും അവെയർ ആയാൽ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ ടൈം ദിസ് പ്രോബ്ലം ക്യാൻ ബി സോർട്ടഡ് ഔട്ട്. പരമ്പരാഗത കുറ്റകൃത്യങ്ങളും സൈബർ കുറ്റകൃത്യങ്ങളും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങളുടെ ഇരകളാകാതിരിക്കാനും അവ തടയാനുമായി ജാഗ്രതയോടെയുള്ള പ്രവർത്തനം ആവശ്യമാണ്. സൈബർ ലോകത്ത് ഇടപെടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിൽ ഓരോ പൗരനും അവബോധം നേടണം എന്ന് നോക്കാം. നമുക്ക് മനസ്സിലാക്കണം ദാറ്റ് ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഒരു സൈബർ ക്രൈം ആൻഡ് ട്രഡീഷണൽ ക്രൈം. ഈ സൈബർ ക്രൈമിനകത്ത് ഒരുപാട് ക്രിമിനൽസിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ആൻഡ് വിക്ടിംസിൽ ഒരുപാട് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പോൾ ക്രിമിനൽസിലെ അഡ്വാൻറ്റേജസ് പറഞ്ഞാൽ അവർക്ക് ഒരു ദേ ക്യാൻ ഡിസ്ഗൈസ്, ദേ ക്യാൻ ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കാം. The second thing, they can always take a technological cover. That means they can hide their location, they can hide their IP address. Third thing is, അവർക്ക് ഒരു സ്ഥലത്ത് ഉണ്ടാവാൻ നിർബന്ധമല്ല. That person can be sitting across the border. അമേരിക്ക, പാകിസ്ഥാൻ or ഓസ്ട്രേലിയ എവിടെ ഇരുന്നിട്ടാണ് they can commit a crime. ഇതാണ് അഡ്വാൻറ്റേജസ്. വേർ പോലീസ് എൻഫോഴ്സ്മെന്റ് ഏജൻസിന് കുറച്ച് ഡിഫിക്കൽട്ടി വരും to reach out to the criminals. On the other side, there are disadvantages to the victim. And disadvantages പറഞ്ഞാൽ ഒരുപാട് പേർക്ക് അത് അറിയില്ല. നമ്മുടെ ഇൻ്റർനെറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാര്യങ്ങൾ അത് ക്രൈം ആണോ അത് അറിയത്തില്ല. ഇത് ക്രൈം ആണ് മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് ഞാൻ പരാതി കൊടുക്കാൻ പോകും. അറിയത്തില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഓക്കെ എനിക്ക് അങ്ങനെ സംഭവിച്ചു, അത് ക്രൈം ആണോ ഇല്ലയോ, അത് കാരണമായിട്ട് ഒരുപാട് പേര് പരാതി തരാറില്ല. സെക്കൻഡ് തിങ് ഈസ് ചില ഇൻ്റർനെറ്റ് ക്രൈംസിനകത്ത് ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ട്. സോഷ്യൽ സ്റ്റിഗ്മ പറഞ്ഞാൽ എൻ്റെ ഫോട്ടോ ആരെങ്കിലും ഓഫ് ചെയ്തിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. സോ വാട്ട് വിൽ ഐ ഡു, ജനറൽ ടെൻഡൻസി ഉണ്ടാവും ദാറ്റ് ഞാൻ അങ്ങനെ പരാതി പറയാൻ പോകത്തില്ല. സോ there is a chance of blackmailing because the criminal know that നിങ്ങൾ പരാതി കൊടുക്കാൻ പോകത്തില്ല.
ഈ 2-3 പോയിന്റ്സ് ആണ് ഒരു ഡിസഡ്വാൻറ്റേജ്. Another one problem with the law enforcement agency is that, as I told, collection of evidence, അല്ലെങ്കിൽ reaching out to the criminal who is sitting across the border, അങ്ങനെയുള്ള difficulties are there. It takes time to reach out to them. So when there is lot of advantage to the criminal and disadvantage to the victim, so we should understand that it is always better to take precautionary measures. And നമ്മുടെ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതാണ് പ്രധാനപ്പെട്ട. So being awareness is the key. If you want to keep yourself safe from online crimes, it is always better to take a precautionary measures. That is one thing. Second thing is, every individual should know നമുക്ക് remedial measures എന്തൊക്കെ അവൈലബിൾ ആണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കേരളത്തിൽ കാര്യത്തിൽ ഞാൻ പറഞ്ഞാൽ, നമുക്ക് സൈബർ പോലീസ് സ്റ്റേഷൻസിന് നമുക്ക് പരാതി കൊടുക്കാം. സൈബർ പോലീസ് സ്റ്റേഷൻ നിർബന്ധമല്ല, നമ്മൾ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് പരാതി കൊടുക്കാം. ദെൻ ദർ ഈസ് എൻ ഓൺലൈൻ പോർട്ടൽ. MHA മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസിലെ ഒരു ഓൺലൈൻ പോർട്ടലുണ്ട്, where you can directly give a complaint sitting in your house. And അതിനകത്ത് 2 കാറ്റഗറി ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് അനോണിമസ് പെറ്റീഷൻ കൊടുക്കാം, എൻ്റെ പേരല്ലാത്ത നമുക്ക് പരാതി കൊടുക്കാം. പേര്, if you want to disclose your name, then also you can give. Third thing is, these are the various platforms where you can give a complaint. Now ചില സമയത്ത് ഈ ചില വിക്ടിംസ് പരാതി കൊടുക്കാൻ മടി ഇൻ ദ സെൻസ് ഹെസിറ്റേഷൻ. ഞാൻ ആദ്യം പറഞ്ഞത് സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ട്. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ, നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ നമുക്ക് നീതി കിട്ടുമോ, അല്ലെങ്കിൽ ഇനി ഇതിനേക്കാട് പ്രശ്നം കൂടും, അങ്ങനെ ഒരു ചിന്ത ഉണ്ട്. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, നമ്മുടെ കേരള പോലീസിനകത്ത് there are well trained people, they are well qualified, they know how to investigate, they know take care of all the confidentiality and വളരെ പ്രൊഫഷണൽ ആയിട്ട് പ്രോബ്ലം ഹാൻഡിൽ ചെയ്യും. സോ ധൈര്യമായിട്ട് ആരെങ്കിലും ഹരാസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് give a complaint. We will try to sort out and we will take appropriate legal action. നവസാങ്കേതിക വിദ്യകൾ നമ്മുടെ ജീവിതത്തെ ഏറെ സഹായിക്കുന്നുണ്ട്. എന്നാൽ നിയന്ത്രണമില്ലാത്ത ഉപയോഗം നമ്മെ വലയിൽ കുരുക്കാതിരിക്കാനുള്ള ജാഗ്രതയും അത്യാവശ്യമാണ്. സാധാരണ പൗരന്മാരുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും സൈബർ ഇടങ്ങളിലും നാം പാലിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ സ്വയം ശാക്തീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കുമാകട്ടെ. ഇനി ഒരു കുഞ്ഞുപോലും സൈബർ വലയിൽ കുരുങ്ങാതിരിക്കട്ടെ. നമസ്കാരം.